എറണാകുളം RTO TM ജെർസനെതിരെ വിജിലൻസിൽ വീണ്ടും പരാതി. യുവ സംരംഭകനായ അൽ അമീനാണ് കൊച്ചിയിലെ വിജിലൻസ് ഓഫീസിൽ പരാതി നൽകിയത്. പങ്കാളിത്തത്തിൽ ആരംഭിച്ച തുണിക്കടയിൽ നിന്ന് ഒഴിവാക്കി പണം തട്ടിയെന്നാണ് പരാതി. ലേബി സജീന്ദ്രൻ നമുക്കൊപ്പം. ലേബി സജീന്ദ്രൻ, അൽ അമീനെ എങ്ങനെയാണ് പറ്റിച്ചത്? അല്ലമീൻ നമുക്കൊപ്പമുണ്ട്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് എറണാകുളം വിജിലൻസ് ഓഫീസിന് മുന്നിലാണ്. ഈ വിജിലൻസ് ഓഫീസിനുള്ളിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം കൈക്കൂലി കേസിൽ അറസ്റ്റിലായ TM ജെർസനുണ്ട്. ജെർസനിൽ നിന്ന് കൂടുതൽ മൊഴിയെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് വിജിലൻസ് സംഘം. അമലിനെ എങ്ങനെയാണ് അല്ലമീനെ പറ്റിച്ചത്? ഒരു ഞങ്ങളുടെ പാരൽസിൽ ഇവർ വരുമായിരുന്നു. ചെറിയ വർക്കുകൾക്കായി വന്നുകൊണ്ടിരുന്ന വെച്ചാൽ പിന്നെ അവർക്ക് നമ്മുടെ ബിസിനസ് എല്ലാം ഇഷ്ടപ്പെടുകയും പിന്നെ പാർട്ട്ണർഷിപ്പിൽ ബിസിനസ്സാണ് അമീൻ ചെയ്തുകൊണ്ടിരുന്നത്. എനിക്കും എൻ്റെ ഉമ്മാക്കും ഞങ്ങൾ 15 വർഷമായിട്ട് ലേഡീസിൻ്റെ അപ്പാരൽസ്, അതായത് കുർത്തീസ് ഹോൾസെയിൽ മാനുഫാക്ചറിങ് ഫീൽഡാണ്, യൂണിറ്റാണത്. അപ്പോൾ അതിൻ്റെ ഫീൽഡായിരുന്നു. അപ്പോൾ ഞങ്ങളെന്ന് വെച്ചാൽ ബൾക്കായിട്ട് മെറ്റീരിയൽ എടുത്തിട്ട് അത് ഹോൾസെയിൽ ഷോപ്പുകളിലേക്ക് ബൾക്കായിട്ട് സപ്ലൈ ചെയ്യണം. അതായത് ഞങ്ങളുടെ ബിസിനസ്. അപ്പോൾ അതിൽ സഹകരിക്കാമെന്ന് പറഞ്ഞാണോ RTO എത്തിയത്? അവർക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമുണ്ട്. അപ്പോൾ നമ്മൾ അതിനേക്ക് ഇൻവൈറ്റ് ചെയ്യണമായിരുന്നു. അപ്പോൾ ആദ്യം എൻ്റെ ഉമ്മക്ക് അതിന് താല്പര്യം ഉണ്ടായില്ല. കാരണം സപ്ലൈ കൊടുക്കുന്ന ഷോപ്പുകളുടെ ഇടയിൽ തന്നെ നമ്മൾ ഷോപ്പ് ഇടുക എന്ന് പറഞ്ഞാൽ അത് എത്തിക്സിനെതിരാണ്. എന്നിട്ട് നിങ്ങളോട് സഹകരിക്കാൻ വന്നു, നിങ്ങൾ ആ ബിസിനസ് സംരംഭം ഒരുമിച്ച് നടത്തി RTO ചേർന്ന് എന്നെ അപ്രോച്ച് ചെയ്തു. പിന്നെ അത് പറഞ്ഞ് എനിക്കന്ന് 19 വയസ്സാണ്. BCom ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ, രാജയിലായിരുന്നു. അപ്പോൾ നിൻ്റെ ഭാവി സുരക്ഷ നോക്കണ്ടേ, അങ്ങനത്തെ രീതിയിൽ എന്നെ കൺവിൻസ് ചെയ്തു. അങ്ങനെ ഞാൻ സാധനങ്ങൾ ഇറക്കി കൊടുക്കാമെന്ന് എഗ്രി ചെയ്തു. പിന്നെ അങ്ങനെയാണ് ഞങ്ങൾ പറ്റിക്കപ്പെട്ടത്. എങ്ങനെയാ ഇത് 50-50 ഇതിലാണ് ഞങ്ങൾ പാർട്ട്ണർഷിപ്പ് ഡീഡെല്ലാം ഞാൻ ഇത് ചെയ്തിട്ടുണ്ട്. വിജിലൻസ് ഓഫീസിൽ ഞാൻ ഇത് ചെയ്തിട്ടുണ്ട്, സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് പറ്റിച്ചത്? എത്ര രൂപയുടെ നഷ്ടം ഉണ്ടായി? എനിക്ക് 75 ലക്ഷം രൂപയുടെ സാധനമാണ് ഞാൻ ഇറക്കി കൊടുത്തത്. അപ്പോൾ ആദ്യത്തെ ഒരു 3-4 ദിവസമുള്ള ഒരു നല്ല ടേംസിലായിരുന്നു നമ്മളോട് സഹകരിച്ചെല്ലാം കണക്കുകളെ കാണിക്കുന്നത്. പിന്നീട് കച്ചവടം അങ്ങോട്ട് മുറുകിയപ്പോൾ ഞാൻ പോയി കണക്ക് വയ്ക്കാൻ തുടങ്ങി. അപ്പോൾ പിന്നെ അവർക്കത് നമ്മളായിട്ട് ബിസിനസ് ചെയ്യേണ്ടെന്നായി, എന്നെ റിമൂവ് ചെയ്യാനുള്ള ഇതായി. ആദ്യം തന്നെ എൻ്റെ ഫോണിലെ CCTV അവർ കട്ട് ചെയ്തു. കാരണം എനിക്കും കൂടി ആക്സസ് 50% പാർട്ട്ണർഷിപ്പ് ഡീഡ് അക്സെപ്റ്റ് ചെയ്തുള്ള ഇതായിരുന്നല്ലോ, അതവർ കട്ട് ചെയ്തു. പിന്നീട് ഞാൻ അവിടെ ചെല്ലുമ്പോഴേക്ക് നീ ഇനി വരണ്ട, ഇവിടെ ഈ പരിസരത്തേക്ക് വരണ്ട, പല പല ഭീഷണികൾ മുഴക്കാൻ തുടങ്ങി. പിന്നെ ഇപ്പോൾ ഈ വാർത്ത വന്നപ്പോഴാണോ ധൈര്യം വന്നത് പുറത്തു പറയാൻ? എത്രയാണ് ഉണ്ടായ സാമ്പത്തിക നഷ്ടം ഈ യുവ സംരംഭകന്? നമ്മുടെ അഡ്വക്കേറ്റ്സ് ത്രൂ. പിന്നെ ഇയാളൊരു അധികാരത്തിലിരിക്കുന്ന ആളായിരുന്നു. സുജയ, അതിപ്പോൾ 75 ലക്ഷത്തിൻ്റെ നഷ്ടം എന്നാണ് പറയുന്നത്. അമീനും അമീൻ്റെ അമ്മയും കൂടെ നടത്തി വന്ന തുണിക്കടയിലേക്ക് പങ്കാളിത്തത്തോടു കൂടി കടന്നു വരികയായിരുന്നു RTOയും ഭാര്യയും. എന്നാൽ ഇടയ്ക്ക് വെച്ച് ഇവരെ പറ്റിക്കുന്നു എന്നാണ് ഇപ്പോൾ പരാതി. അത് എറണാകുളം വിജിലൻസ് ഓഫീസിൽ വന്ന് ഇപ്പോൾ ഇവർ പരാതി നൽകിയിരിക്കുകയാണ്. അമീനിൻ്റെ ബന്ധു കൂടിയുണ്ട്, സുൽഫിക്കർ. നിങ്ങൾ ഈ കുടുംബാംഗങ്ങൾക്കൊക്കെ അറിയാമായിരുന്നു, എന്തുകൊണ്ടാണ് ഈ സന്ദർഭത്തിൽ പരാതി നൽകാൻ കാരണം? ഇത് കേസായിട്ട് പോയിക്കൊണ്ടിരുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഇദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്കൊരു നീതി ഇതിൻ്റെ കൂട്ടത്തിൽ കിട്ടുമെന്ന് ഓർത്താണ്. പിന്നെ അധികാരത്തിലിരിക്കുന്ന ഒരാളാണല്ലോ, ഇദ്ദേഹത്തിന് അഗെയിൻസ്റ്റായിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ സകലമാന അഴിമതികളും പുറത്തു വന്നപ്പോൾ നമ്മളൊരു ഇരയായതുകൊണ്ട് മാത്രമാണ് ഈ സമയത്ത് നമ്മളിത് മൂവ് ചെയ്യാൻ തീരുമാനിച്ചത്. സുജയ, ഇത് വിദ്യാർത്ഥിയാണ് എന്നുകൂടി ഓർക്കണം. BComന് രാജഗിരി പഠിക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ ഈ യുവ സംരംഭകൻ ഇത്തരം ഒരു ഉദ്യമവുമായി അമ്മയോടൊപ്പം മുന്നോട്ട് വന്നത്. അതിനിടയിലാണ് ഇത്തരത്തിൽ വഞ്ചിക്കപ്പെട്ടത് എന്ന് പറയുന്നു. ഭീഷണിപ്പെടുത്തലുണ്ടായോ? നീ ഇനി വരണ്ടെന്ന് വെച്ചാൽ ഇവിടെ അധികാരത്തിലിരിക്കുന്ന ആളാണല്ലോ. അപ്പോൾ ആ ഒരു ഏജിലാകുമ്പോൾ നമ്മളോട് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് ആരായാലും ഒരു പേടി തോന്നുന്നു വെച്ചാൽ നമ്മളെ കൊടുക്കും. ഇപ്പം ഞാനിപ്പോൾ വഴി പോണ വഴിക്ക് എന്തെങ്കിലും കൊണ്ടുവന്ന് വെച്ച് പിടിച്ചാലും മതിയല്ല. അപ്പോൾ എനിക്ക് അതിൻ്റേതായ ഒരു പേടിയുണ്ടായി. ഇപ്പോൾ ഏതായാലും അങ്ങനെ ഒരു ഭീഷണി ഉണ്ടായിരുന്നു, ഭയന്നാണ് ഇതുവരെ പരാതി നൽകാതിരുന്നത് എന്ന് പറയുന്നു. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന വിജിലൻസ് ഓഫീസിനുള്ളിൽ ഇപ്പോൾ TM ജെർസനും മറ്റു 2 പേരും ഏജന്റുമാരായ 2 പേരുമുണ്ട്. ഇവരെ മൂവാറ്റുപുഴ വിജിലൻസ് കോടതി റിമാൻഡ് ചെയ്തതാണ് വിജിലൻസ്. ഇവരെ കസ്റ്റഡി അപേക്ഷ നൽകി കസ്റ്റഡിയിൽ ഇന്നലെ വാങ്ങിയതാണ്. ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ഏതായാലും കൂടുതൽ കാര്യങ്ങളൊക്കെ ജെർസന്റെ ചോദ്യം ചെയ്യലിൽ നിന്ന് പുറത്തു വരുമെന്ന് കരുതാം. 80 ലക്ഷത്തിലധികം രൂപ മറ്റ് മൂന്നാറിലടക്കമുള്ള ഭാഗങ്ങളിൽ നിക്ഷേപമുണ്ട് എന്നുള്ള സൂചനകളൊക്കെ വിജിലൻസിന് ലഭിച്ചിട്ടുണ്ട്. നിരവധി രേഖകളാണ് സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട വിജിലൻസ് പിടിച്ചെടുത്തിട്ടുള്ളത്. അതൊക്കെ പരിശോധിച്ച് വരികയാണ്. ഇത്രത്തോളം ക്രമക്കേടുകളും ഇത്രത്തോളം അഴിമതിയുടെ വാർത്തകളും പുറത്തേക്ക് വന്ന സന്ദർഭത്തിലാണ് ഇപ്പോൾ അൽ അമീൻ, കളമശ്ശേരി സ്വദേശിയാണ്, വിദ്യാർത്ഥിയാണ്, യുവ സംരംഭകനാണ്. അൽ അമീന് ഈ വാർത്ത പുറത്തേക്ക് പറയാനും ഇപ്പോൾ ഇവിടെ വന്ന വിജിലൻസിൽ പരാതി നൽകാനും ധൈര്യം വന്നത്.
ശരി, ഇപ്പോൾ ജർസനെതിരെ വീണ്ടും പരാതി കൊടുത്തിരിക്കുന്ന അൽ അമീനാണ് ലെബി സജീന്ദ്രനൊപ്പം ചേർന്നത്. തട്ടിപ്പുകൾ എങ്ങനെയൊക്കെയാണ് നടക്കുന്നത് എന്നത് പുറത്തേക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്.